ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. ചില കുടുംബങ്ങളെ, ചില പ്രിയപ്പെട്ടവരെ അവരുടെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വിരോധമായി, കുഞ്ഞുങ്ങളുടെ പഠനം കഴിഞ്ഞ് അവരുടെ ജോലിക്ക് വിരോധമായി, ചില ഉപരി പഠനത്തിന് വിരോധമായി, ചില സർട്ടിഫിക്കറ്റുകൾക്ക് വിരോധമായി, ചില സബ്ജക്റ്റുകൾക്ക് വിരോധമായി, ചില തീസിസിന് വിരോധമായി, ചില ഗ്രീൻ കാർഡിന് വിരോധമായി ഇന്ന് രാത്രി വ്യാപരിക്കുന്ന എല്ലാ ശത്രുവിന്റെ പോരുകളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഭൂഷ്ടന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന എല്ലാ കാർമേക പഠനങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ മൂടുപടങ്ങളും മാറിപ്പോകട്ടെ. ഭൂഷ്ടന്റെ ദൈവമക്കളുടെ നന്മയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന ടെറിറ്റോറിയൽ സ്പിരിറ്റ്, ദേശാധിപതി ശക്തി ഇന്ന് രാത്രി വീഴുകയാ. വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കുക. എല്ലാ അന്ധകാര ശക്തികളും, എല്ലാ ദുഷ്ടന്റെ വ്യാപാരങ്ങൾ, എല്ലാ കാവിൽ പാലകൾ, കാട്ടു പിശാചുക്കൾ, ദുഷ്ട ശക്തികൾ, അന്ധകാര ജടിലമായ വ്യാപാരങ്ങൾ, എല്ലാ ഭൂത പ്രേത ശക്തികൾ ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിലോ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. സ്നാനങ്ങൾ നടക്കുന്നു, ആത്മാവിൽ ഞങ്ങൾ കാണുന്നു. കുടുംബങ്ങൾ സ്നാനപ്പെട്ട് സഭയ്ക്കകത്തേക്ക് വരുന്നു. ദൈവാത്മാവിനകത്ത് വെളിപ്പെടുത്തുന്നു. ദൈവദാസന്മാരിനകത്ത് ഏറ്റെടുക്കാം. 2010 തന്നെ കുടുംബങ്ങൾ സ്നാനപ്പെടുകയാണ്. സഭയ്ക്കകത്ത് സ്നാനങ്ങൾ തടയപ്പെട്ടിരിക്കുന്നു. ഹൂസ്റ്റലിലെ വേർപെട്ട സഭകളിൽ സ്നാനം തടയപ്പെട്ടിരിക്കുന്നു. ശത്രുവായവൻ ജനത്തെ അകത്തേക്ക് വിടുകയില്ല. തീരുമാനമെടുക്കുന്നവരെ ദൈവസഭയ്ക്കകത്തേക്ക് വിടുകയില്ലെന്ന് വാതുവെക്കുന്നത് ദുഷ്ടശക്തി കാർമേക പഠനത്തിന് രാത്രി മാറുക. സകല മൂടുപടങ്ങളും യെശയ്യാപ്രവചനം 25-ാം അധ്യായത്തിലെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തലയ്ക്ക് മുകളിലെ മൂടുപടങ്ങൾ കാർമേഘങ്ങൾ ഇന്ന് രാത്രി മാറിപ്പോകുന്നത് ദൈവാത്മാവ് കണ്ടുകൊണ്ട് ആരാധിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. യെസ്, വിശ്വസിക്കണം. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഡ്രം അടിച്ച് തീർക്കാനുള്ളതല്ല, ടാമ്പരി കൊട്ടി തീർക്കാനുള്ളതല്ല. ചിലർ വിചാരിക്കുന്നത് 3 ഗ്ലോറി, 4 ഹല്ലേലൂയ, 5 രക്തം, ആമേൻ, ഇതുകൊണ്ട് വീഴുമെന്ന. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഒരു കാര്യം ഓർക്കണം, പരിശുദ്ധാത്മാവിൽ നൃത്തം ചെയ്യാം. പരിശുദ്ധാത്മാവിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. കൈകൊട്ടി ഹല്ലേലൂയ പാടി സ്വർഗീയ ദൂതുകൾ പാടി നമുക്ക് ആരാധിക്കാം. ഒക്കെ ശരിയാണ്. പക്ഷെ അവിടെ കൊണ്ട് വീരാനുള്ളതല്ല അഭിഷേകം. അഭിഷേകത്തിന്റെ ശക്തിയോടെ, ആമേൻ. ഹൂസ്റ്റലിലെ ദൈവമക്കള് പ്രസംഗത്തിനല്ലാതെ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടാനൊന്ന് തയ്യാറാകുമോ? ഏതെങ്കിലും ഒരു ദിവസം ഹൂസ്റ്റലിലെ ദൈവമക്കളും ദൈവദാസന്മാരും 14 മാസ്റ്റേഴ്സും സഭകളും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാവോ? കെട്ടുപൊട്ടും. ആരും സ്വത്രം പറഞ്ഞില്ല. ഒരുമിച്ച് നിന്ന കെട്ടുപൊട്ടും. ദൈവത്തിന് ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? നിങ്ങൾ യെശയ്യാപ്രവചനം 25 എടുത്ത് വായിക്കണം. നമുക്ക് മുകളിൽ മൂടുപടമിട്ട് വ്യാപരിക്കുന്നു ദുഷ്ടശക്തി ഉണ്ട്. ചില നാട്ടിൽ കൊണ്ട് ട്രാക്ട് കൊടുത്താൽ ആരും മേടിക്കത്തില്ല. ആമേൻ. ആ നാട് തന്നെ കെട്ടപ്പെട്ടിരിക്കുക. എന്നാൽ ചിലയിടത്ത് അങ്ങനെ അല്ല. സ്തോത്രം. ഓരോ നാടിന് തന്നെ ഒരു പ്രത്യേകത. എന്താ? പ്രാർത്ഥിക്കുന്നവർ ജീവിക്കുന്നിടത്ത് മൂടുപടം മാറിപ്പോകും. സ്തോത്രം. ഒരു ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്. ഇന്ന് രാത്രി ദൈവത്തിനെ പ്രാർത്ഥിക്കാം. കർത്താവ്, എന്റെ വീടിന്റെ മുകളിലെ മൂടുപടം മാറണം, എന്റെ വീടിന്റെ മുകളിലെ മൂടുപടം മാറണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സബ്ജക്റ്റ് മാറിയാണ്. പക്ഷെ ഒരു വാക്യം ദൈവാത്മാവിനെ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഒന്ന് വായിക്കണം. എനിക്ക് ആ വാക്യം കാണാൻ പറഞ്ഞ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ, ആമേൻ, സ്തോത്രം, 3 മുതൽ താഴോട്ട് ഒന്ന് വായിക്കണം. ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 3 മുതൽ താഴോട്ട് ഒന്ന് വായിക്കണം. ആമേൻ, സ്തോത്രം. യെസ്, മൈക്കിനകത്ത് വായിച്ചാൽ അതാണ് നല്ലത്. മൈക്കിനകത്ത് ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. യെസ്, വായിച്ചു. നിങ്ങൾ ഒന്ന് വായിച്ചു. അതെ, ഇന്ന് കേട്ടോണേ, എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വായിച്ചു. ഇവിടെ മറ്റൊരു ദൂതന്റെ സ്വർണ്ണ ധൂപകലശവുമായി വന്നു. സ്വർണ്ണ ധൂപകലശം എന്ന് പറയുമ്പോൾ ഒരു നിമിഷം, ധൂപകലശം പ്രാർത്ഥനയുള്ള ദൈവ പൈതല. ധൂപം എന്ന് പറയുന്ന പ്രാർത്ഥന 141-ാം സങ്കീർത്തനം. എന്റെ ധൂപം പ്രാർത്ഥനയാണ്. സ്തോത്രം. വായിക്കാം. വന്ന് യാഗപീഠത്തിന് അരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന്. ഒരു നിമിഷം നിൽക്കണേ. ഇത് എവിടെ നടക്കുന്ന കാര്യമാണ്? എല്ലാവർക്കും അറിയാമോ? സ്വർഗത്തിൽ നടക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയാണ് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. വായിച്ചോ. പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് കൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവ സന്നിധിയിലേക്ക് കയറി. അപ്പൊ പല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന ഇതുവരെ എങ്ങോട്ട് കയറിയിട്ടില്ല, മുകളിലോട്ട് കയറിയിട്ടില്ല. ഇന്ന് രാത്രി അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. പ്രാർത്ഥിച്ചു, ശരിയാ, നല്ലപോലെ പ്രാർത്ഥിച്ചു, പക്ഷെ ഇതുവരെ എങ്ങോട്ട് കയറിയിട്ടില്ല.
ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലോട്ട് കയറിയിട്ടില്ല. അടുത്ത വാക്യം. ദൂതൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച്, ഒന്ന് ധൂപവർഗം നിറച്ചു, രണ്ടാമത് കനൽ നിറച്ചു, നിറച്ച ഭൂമിയിലേക്ക് എറിഞ്ഞു. അപ്പൊ ഇതുവരെ പല പ്രാർത്ഥന ഭൂമിയിലോട്ട് തിരിച്ചു വന്നിട്ടില്ല, മറുപടിയും വന്നിട്ടില്ല. വന്നാൽ 4 മറുപടിയാ. ഏതൊക്കെയാ? ഉടനെ ഇടിമുഴക്കം, നാദം, മിന്നലും ഭൂകമ്പവും ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ചലിക്കാത്തവരെ ചലിപ്പിക്കുന്ന മറുപടി ഭൂമി വരണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന ദൈവസന്നിധി ചെല്ലണമെന്ന്. ചേർക്കേണ്ടത് ചേർക്കാതെ പ്രാർത്ഥിച്ച ദൈവസന്നിധി ചെല്ലത്തില്ലെന്ന് ഇന്ന് രാത്രി നീ ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. കയറി പോകേണ്ടടുത്തേക്ക് പ്രാർത്ഥന കയറി പോകുവാൻ ചേർക്കേണ്ടതല്ല ചേർത്ത് ഇന്ന് രാത്രി ദൈവസന്നിധി വിശ്വാസത്താൽ ഇരിക്കുന്നിടത്ത് പറ, ദൈവമേ എന്റെ ദേശത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് അസൂയയില്ലാതെ മുൻവിധിയില്ലാതെ ഇന്ന് രാത്രി ഒരു വാക്ക് പറയാൻ മനസ്സിൽ എത്ര പേരുണ്ട്? അത് 2 കരങ്ങൾ ഉയർത്തി പറ, എന്റെ ദൈവമേ ഹൂസ്റ്റണിനോട് മനസ്സറിയണമെന്ന് പറ. എന്റെ ദൈവമേ ഹൂസ്റ്റൺ പട്ടണത്തോട് മനസ്സറിയണമേ. സ്തോത്രം. ദൈവവചനത്തിന് അർത്ഥം മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് 4 മറുപടിയാണ്. ഇടി, മിന്നൽ, നാദം, ഭൂകമ്പം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇടി എന്ന് പറഞ്ഞാൽ എന്താ? ഏത് പുള്ളി ഞെട്ടുന്നതാ ഇടി. ആമേൻ. എന്താ നാദം എന്ന് പറഞ്ഞാൽ? പിന്നെ കേൾക്കാൻ ഇഷ്ടമുള്ളതാണ് നാദം. പ്രാർത്ഥനയുടെ മറുപടി 1 ഞെട്ടുന്ന മറുപടി ആയിരിക്കും, 2 കേൾക്കുന്നവരും പിന്നെ കേൾക്കാൻ ഇഷ്ടമുള്ള മറുപടി ആയിരിക്കും, 3 മിന്നൽ. ഏത് മനുഷ്യനെ നിർത്തി ഒരു നിമിഷത്തേക്ക് സ്ഥലകാലം മറക്കുന്ന രീതിയായിരിക്കും പ്രാർത്ഥന മറുപടി. ഇതൊന്നും പോരാഞ്ഞിട്ട് മറുപടി ഉണ്ട്. ഭൂകമ്പം എന്നല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചലിക്കത്തില്ല. ഇതല്ല ഇതിന് വലിയ പ്രസംഗം വന്നാൽ, പക്ഷെ നീ ചലിക്കും ഭൂകമ്പം വന്ന. ആമേൻ. സകലത്തിനെ ചലിപ്പിക്കുന്ന മറുപടി ദൈവമായിരിക്കും. ഒന്ന് ആമേൻ പറയാൻ ധൈര്യം നടത്തപ്പെടുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ദൈവത്തിന്റെ ആത്മാവ് ദേശത്താൽ തന്നെ പ്രവൃത്തി വെളിപ്പെടുക. സകല മൂടുപടങ്ങളും മാറുകയാ. എന്റെ കർത്താവിന്റെ അത്ഭുതം വെളിപ്പെടുക. ഇന്ന് രാത്രി വിശ്വാസത്താൽ പ്രഖ്യാപിക്കുക, ഈ കൺവെൻഷൻ ഇവിടെ തീർന്നാലും അങ്ങനെ കർത്താവ് ദൈവപ്രവൃത്തി തീരരുത്, ദൈവത്തിന്റെ പ്രവൃത്തി തീരരുത്. പരിശുദ്ധാത്മാവ് പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. ആമേൻ. നമ്മുടെ ഹൃദയങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു, നമ്മുടെ ഹൃദയം ഉണർന്നു കഴിഞ്ഞു. സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അനേക ഹൃദയങ്ങൾ ഉണർന്നു കഴിഞ്ഞു. ദേശത്തൊരു ദൈവപ്രവൃത്തിക്കായി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ തീരുമാനമെടുത്തവർക്കാൾ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിന്റെ മറുപടി നമ്മുടെ വീടുകളിൽ ഉണ്ടാകാൻ പോവുക, സഭകളിൽ വ്യാപരിക്കാൻ പോവുക. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ വന്ന പോലെ ഒറ്റ വ്യക്തി വീട്ടിൽ തിരിച്ചു പോകത്തില്ല. സ്തോത്രം. വീട്ടിൽ പോകുമ്പോൾ വ്യത്യസ്തനായിട്ട് പറഞ്ഞു പോകും. ഹല്ലേലൂയ. ദൈവ പ്രവൃത്തികൾ കൊണ്ട് മടങ്ങും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ അഭിഷേകത്തിന്റെ വ്യാപാരം. എന്തിനാണ് ദൈവത്തിന്റെ സംരക്ഷണ പരിപാടി എന്ന് പറയുന്നത്? പാട്ടുപാടി 4 കഷണം അന്യഭാഷ പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല. പിന്നെന്തിനാ? സ്തോത്രം. ചില ദൈവപ്രവൃത്തി കാണാനാ. ആമേൻ. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തന്നിരിക്കുന്ന വിശ്വാസത്തിൽ നിലനിൽക്കാനാ. സ്തോത്രം. ദേശത്ത് ദൈവത്തിന്റെ ആത്മാവിൽ ചില പ്രിയപ്പെട്ടവരെ ദൈവസഭയിൽ കൊണ്ടുവരാനാ. പ്രതികൂലങ്ങൾ വന്നാൽ സഹിച്ചു നിൽക്കാനുള്ള കൃപ ലഭിക്കേണ്ടതിനാ. അഭിഷേകം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഏത് നിന്നയും ഏത് പരിഹാസവും ഏത് അപഹാസ്യവും എന്ത് വന്നാലും കർത്താവിന്റെ നാമത്തിന് വേണ്ടി വീറോടെ നിൽപ്പാൻ കർത്താവിന്റെ അഭിഷേകത്താൽ നിറച്ചിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. അഭിഷേകത്തെ കുറിച്ചൊന്നും നമുക്കൊരു സംശയമില്ല. ഞാനൊരിക്കല് കോട്ടയത്തിനടുത്ത് വടവാതൂർ ഒരു പ്രസംഗം കഴിഞ്ഞ് ബസ് കയറാനായിട്ട് ഇങ്ങനെ കോട്ടയത്തോട്ട് വരണം. അത് കേക്കർ റൂട്ടിൽ കൂടെ വരുന്ന ഒരു പ്രൈവറ്റ് ബസ് കാത്ത് അവിടെ നിൽക്കാം. ഒരു 4-5 ചെറുപ്പക്കാർ കൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സന്തോഷം. ഞാൻ ചെന്ന അവിടെ പ്രസംഗിച്ച ഭാഷ ഇപ്പൊ അവിടെ കൺവെൻഷൻ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വന്ന ചില ആൾക്കാർ സംശയത്തിന്റെ ഹോൾസെയിൽ വ്യാപാരി എന്തുവാട്ടെ ചോദിച്ചു. പാസ്റ്റർ ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, സന്തോഷമായി. പക്ഷെ പാസ്റ്റർ സ്റ്റേജൊക്കെ കുറച്ച് അന്യഭാഷ പറഞ്ഞില്ലേ, പറഞ്ഞു. അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞാനത് നിങ്ങൾക്കെന്നല്ല പലർക്കും മനസ്സിലായില്ല. എന്താ അന്യഭാഷ ആയിരുന്നു, അതുകൊണ്ടാണ് മനസ്സിലാകുന്നത്. പക്ഷെ അതല്ലേ ഞങ്ങളുടെ സംശയം. ഈ അന്യഭാഷ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അന്യഭാഷ മാതൃഭാഷ അല്ലാത്ത ഭാഷ. പക്ഷെ അതെന്താ ഭാഷ മനസ്സിലാകാത്തത്? അന്യഭാഷ മനസ്സിലാകണ്ടല്ലോ. ഞാൻ പറഞ്ഞു, സംശയം ചോദിക്കാനാണെങ്കിൽ വഴക്കൊന്നും ഉണ്ടാക്കത്തില്ലെങ്കിൽ നമുക്ക് ഉത്തരം പറയാം. വേദപുസ്തകത്തിൽ 3 അന്യഭാഷയുടെ ഭാഗം പറയുന്നുണ്ട്. ഒന്ന്, ബൽസസർ മഹാരാജാവിന്റെ കൊട്ടാരത്തിന്റെ ഭിത്തിമേൽ ദൈവം തന്നെ കൈകൊണ്ടെഴുതി മേനെ മേനെ തെക്കലു ഫർസീൻ. ഭൂമിയിൽ ആർക്കും വായിക്കാൻ പറ്റാത്ത ഭാഷ ഉത്തട്ട മാനസനായ ദാനിയേൽ വായിച്ചു. അതൊരു അന്യഭാഷയാണ്, ദൈവത്തിന്റെ കൈകൊണ്ടെഴുതി. അതാണോ അറിയേണ്ടത്? മർക്കോസിന്റെ മാളികമുറിയിൽ 18 രാജ്യങ്ങളിൽ വന്നവർ ഒരുമിച്ച് നിന്ന് കേട്ടപ്പോൾ കർത്താവിന്റെ ശക്തിക്ക് വേണ്ടി കാത്തിരുന്നവർ പറഞ്ഞ ആ ഭാഷ അവിടെ വന്നിരുന്നവർക്കെല്ലാം മനസ്സിലായി. അത് കേൾക്കണോ? അത് 1 കൊരിന്ത്യർ 13-ാമത്തെ ആയത്തിൽ നിങ്ങൾ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ലെന്ന് പറയുന്ന ആ ദൂതന്മാരുടെ ഭാഷയെ കുറിച്ച് കേൾക്കുന്നു. പക്ഷെ ദൂതന്മാരുടെ വേണ്ട, ബൽസസറിന്റെ വേണ്ട. പിന്നെ
ആ മർക്കോസിന്റെ മാളിക മുറി വെച്ച് പെന്തക്കോസ് നാളെ പറഞ്ഞില്ലേ ആ അന്യഭാഷ. ഓ സന്തോഷം, അന്യഭാഷയെ കുറിച്ച് സ്തോത്രം. ദൈവമക്കളെ, അല്ല ഞാൻ പറയും സഹോദരന്മാരെ, നിങ്ങൾക്കത് മനസ്സിലാക്കാത്തതിന്റെ കാര്യം